അന്നത്തെ ആ റോഡ് ബ്ലോക്കിൽപ്പെട്ട ഒരു കാറിൽ രോഗിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വളരെ ക്രിട്ടിക്കലായിരുന്നു അവരുടെ സ്ഥിതി. ആ രോഗിയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞ രോഗിയുടെ ബന്ധുവിന് നേരെ പോലീസുകാർ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് സത്യമാണ്. ചികിത്സ ലഭിക്കാതെ ആ രോഗി അന്ന് അവിടെ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന VIP-ക്കോ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നഷ്ടം ആ സാധുവിന്റെ ഉറ്റവർക്കും ഉടയവർക്കും മാത്രം. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് ആ രോഗിക്ക് വേണ്ടി അല്പം ഉറക്കെ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അല്ലാതെ ഗൂഢാലോചനയോ വധശ്രമോ ഒന്നും ഇതിന് പിന്നിലില്ല. ഈ നാട്ടിലെ സെക്യൂരിറ്റി ഏർപ്പാടുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പൊ ഘോരഘോരം പ്രസംഗിച്ചല്ലോ. സെക്യൂരിറ്റിയുടെ കൂടുതലുണ്ടായിരിക്കും ഡൽഹിയിലും ബോംബെയിലും ചാണ്ഡിഗഡിലും പടക്കം പൊട്ടുന്ന പോലെ കാറുകളും ജീപ്പുകളും ഒക്കെ പൊട്ടിത്തെറിക്കുന്നത്. രാഷ്ട്രീയക്കാരന്റെ മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പൗരന്റെയും സെക്യൂരിറ്റി പോലീസുകാരന്റെ ഉത്തരവാദിത്തമാണ്. യുവർ ഓണർ, ഞാൻ ഈ പറഞ്ഞതൊക്കെ നിയമലംഘനമാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി വിധിക്കുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ മനുഷ്യൻ ഇവിടെ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. കുറെ വേദാന്തം പറഞ്ഞതുകൊണ്ട് കോടതി ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അന്ന് അവിടെ കാറിൽ ഒരു രോഗി ഉണ്ടായിരുന്നെങ്കിൽ ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ VIP മൂവ്മെന്റിനെ തടഞ്ഞു നിർത്താൻ പോലും മടിക്കില്ലായിരുന്നു നമ്മുടെ പോലീസുകാർ. മതി നിർത്തൂ. തങ്ങളെ പോറ്റുന്നത് കേൾക്കുമ്പോൾ പോലീസുകാർക്ക് തന്നെ കൂവാൻ തോന്നത്തക്ക വിധം സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ എഴുന്നള്ളിക്കല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടറെ. ഡോക്ടർ അനന്തൻ പറഞ്ഞത് വിശ്വസിക്കാൻ എനിക്കൊരു തെളിവിന്റെയും ആവശ്യമില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അറിയാമോ, എന്റെ മകൾ പ്രസവിച്ചത് നടു റോഡിൽ എന്റെ കാറിൽ വെച്ചായിരുന്നു. അതിന്റെ കാരണം ഏതോ മന്ത്രിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു റോഡ് ബ്ലോക്ക്. ആ അനുഭവമുള്ള എന്നോടാണോ നിങ്ങൾ പോലീസുകാരുടെ മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത്? അടുത്ത കേസ് വിളിക്കും.